അടുത്തത് ആഗമസന്ധിക്ക് കുറച്ച് ഉദാഹരണ പദങ്ങളാണ്. ആഗമസന്ധിക്ക് അവൻ, അവൻ നമ്മളെങ്ങനെ പിരിച്ചെഴുതും? അവൻ. ആ പ്ലസ് അൻ, ഇതാണ് അവൻ. ആ പ്ലസ് അൻ, അവൻ. ഇടയ്ക്കൊരു വകാരം ആഗമിച്ചത് കണ്ടല്ലോ, ഇടയ്ക്കൊരു വകാരം, ഈ വകാരം ആഗമിച്ചത്. അതുകൊണ്ട് ആഗമിച്ചു. ആ പ്ലസ് അന്നാണ് അവൻ. അപ്പോൾ അവളോ? ആ പ്ലസ് അൾ, അവൾ. അവൾ, അവിടെ വകാരം ആഗമിച്ചു. അവർ, ആ പ്ലസ് അർ, അർ ബഹുവചനമാണ്, ബഹുവചനക്കാണ് അർ, അവർ, അവർ. അതുപോലെ ഇവൻ, ഈ പ്ലസ് അൻ, ഈ പ്ലസ് അന്നാണ്, ഈ പ്ലസ് ഇന്നല്ല, ഈ പ്ലസ് ഇതുപോലത്തെ അൻ തന്നെയാണ്. ഇവൻ, ഇവൻ വകാരം ആഗമിച്ചു. ഇവർ, ഈ പ്ലസ് അർ, ഈ പ്ലസ് അറാണ് ഇവർ. ഇതെല്ലാം ചോദിക്കാവുന്ന നല്ല ഉദാഹരണങ്ങളാണ്. അതുപോലെ അവിടം, ആ പ്ലസ് ഇടം, ആ പ്ലസ് ഇടമാണ് അവിടം. എവിടം, എ പ്ലസ് ഇടം, എ പ്ലസ് ഇടമാണ് എവിടം, എവിടം. എവിടെ എന്ന് പിരിച്ചാൽ പറഞ്ഞാലോ? എവിടെ, എവിടെ. എവിടെ എന്നാണെങ്കിൽ എ പ്ലസ് ഇടം പ്ലസ് ടെ, എ പ്ലസ് ഇടം പ്ലസ് ടെ, ഇത്രയും ചേരുന്നതാണ് എവിടെ. എവിടെ എന്ന് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. എവിടെ. അവിടെ, അവിടെ എന്നാണെങ്കിലോ ആ പ്ലസ് ഇടം, അപ്പോൾ അവിടോന്നായി. ആ പ്ലസ് ഇടമായപ്പോൾ അവിടോന്നായി. ഇനി അവിടെ എന്നാണ്. ഡേ എന്നുള്ളതിന് വിഭക്തി പ്രത്യയോടെ ചേർക്കണം. ആ പ്ലസ് ഇടം പ്ലസ് ടെ, ഇതാണ് അവിടെ. ചാവുന്നു, ചാവുന്നു, ച പ്ലസ് ഉന്നു, ഇതാണ് ചേർത്തെഴുതുമ്പോൾ ചാവുന്നു എന്ന് വരും. ചാവുന്നു, വകാരം ആഗമിച്ചു, ചാവുന്നു. പൂവമ്പ്, പൂ പ്ലസ് അമ്പ്, ഇതാണ് ചേർന്ന് വരുമ്പോൾ എന്ത് വരുന്നത്? പൂവമ്പ്, പൂവമ്പ്, വകാരം ആഗമിച്ചു. പോവുന്നു, പോ അധികം ഉന്നു ചേർന്ന് വരുമ്പോൾ പോവുന്നു, വകാരം ആഗമിച്ചു. തടവറ, തട പ്ലസ് അറയാണ് തടവറ. തട പ്ലസ് അറ, തടവറ. അതുപോലെ നിലവറ, നിലം പ്ലസ് അറയാണ് നിലവറ. നിലം പ്ലസ് അറ ചേർന്ന് വരുമ്പോൾ നിലവറ, നിലവറ. നിലം പ്ലസ് അറയാണ്. അതുപോലെയാണ് മരവുരി, മരം പ്ലസ് ഉരി ചേർത്ത് വരുമ്പോൾ മരവുരി. ഇവിടെയൊക്കെ വകാര ആഗമമാണ്. ഇവിടെ ഈ അനുസ്വാരം നഷ്ടപ്പെടുന്നുണ്ട്. അനുസ്വാരം നഷ്ടപ്പെട്ടിട്ടാണ് വകാരം വരുന്നത്. അപ്പോൾ ഒരു ആദേശമാണോ എന്നൊരു സംശയം വന്നേക്കാം. അതിന് കേരള പാണിനീയത്തിൽ പറയുന്ന സമാധാനം ഇങ്ങനെയാണ്: അനുസ്വാരത്തിന് പിന്നിൽ സ്വരാക്ഷരം വന്നാൽ വകാരം ആഗമമാണെന്ന് പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ നിലം അധികം അറ അനുസ്വാരം പോയിട്ടല്ലേ മറ്റൊരക്ഷരം വരുന്നത്, അപ്പോൾ അത് ആദേശമല്ലേ. മരം അധികം ഉരി എന്നുള്ളിടത്ത് അനുസ്വാരം പോയിട്ടല്ലേ വകാരം വരുന്നത്, ആദേശമല്ലേ എന്ന് ചോദിക്കാം. അതിന് പറയുന്ന സമാധാനം ഇതാണ്: അനുസ്വാരത്തിന് പരമായി പിന്നിൽ സ്വരാക്ഷരം വന്നാൽ വകാരാഗമം എന്ന് പറയുന്ന റൂള് അനുസരിച്ച് ആണ് ഇവിടെ ആഗമസന്ധി എന്ന് പറയുന്നത്. ആഗമസന്ധി എന്ന് പറയുന്നത്